പാർട്ടിയോട് മാത്രമല്ല, എനിക്ക് ഒരാളോടും പ്രതിബദ്ധതയില്ല. ജമാഅത്തെ ഇസ്ലാമിയോട് പ്രതിബദ്ധതയില്ല, മറ്റൊരു മതസംഘടനയോടും എനിക്ക് പ്രതിബദ്ധതയില്ല. അതുപോലെ CPIM-നോടും എനിക്ക് പ്രതിബദ്ധതയില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. ഇനി മേലിൽ ഇപ്പൊ നമ്മള് ഒരാൾക്ക് വേണ്ടി നിലകൊള്ളുക അല്ലെങ്കിൽ അയാളെ ന്യായീകരിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ട് എന്ന് വരുമ്പോഴാണല്ലോ. ഞാൻ പാർലമെന്ററി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എനിക്കിനി താല്പര്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ്. എനിക്കൊരു ബോർഡ് ചെയർമാൻ പോലും ഇനി ആവണ്ട എന്റെ ജീവിതത്തിൽ. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാൾ എനിക്ക് ആരോടും യാതൊരു ബാധ്യതയും കടപ്പാടും ഉണ്ടാവേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയോട് ഉണ്ടാവേണ്ട കാര്യമില്ല, CPIM-നോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ലീഗിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, കോൺഗ്രസിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, BJP-യോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ഒരാളോടും ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്റെ നിലപാടുകളാണ് ഞാൻ പറയുക. PV അൻവറിന്റെ ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ചില അഭിപ്രായങ്ങളോട് ശക്തമായ വിയോജിപ്പുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനം എന്ന് പറയുന്നത് എന്തിനാ? നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാ? പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ ഇവിടെ മന്ത്രിയാവലോ MLA ആവലോ ഒന്നുമല്ല. നമ്മളുടെ ആത്യന്തിക ലക്ഷ്യം എന്താ? സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. ആ സ്വർഗത്തിൽ നന്മ ചെയ്ത മുഴുവൻ മനുഷ്യരും ഉണ്ടാവും. ഞാൻ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, ഏത് മതക്കാരനാണെങ്കിലും ശരി. അതാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടുവന്നല്ലാതെ ഇന്നിവിടെ നിലനിൽക്കുന്ന ഈ ഒരു ഞങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറയുന്ന ആ ഒരു ധാരണ എന്നില്ലാതാകുന്നു. അന്ന് ഇവിടെ യഥാർത്ഥത്തിലുള്ള സെക്യുലറിസം പുലരും. ഒരു ബഹുസ്വര സമൂഹത്തിൽ അത്തരം ധാരണകൾക്കാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്.